ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ 15ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ഹാവ്, ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് പ്ലസ് D3 ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇത് തന്നെ നമ്മൾ ഭാവിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും എന്ന് പറയണം. അപ്പൊ അതെങ്ങനെയാ പറയാ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിനു മുൻപായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിവിഷൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വാക്ക് റീച്ച് എന്നാണ് കേട്ടോ. റീച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്തിച്ചേരുക. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നു, എത്തിച്ചേർന്നു, എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയണം. എത്തിച്ചേരുക എന്നുള്ളതിന് റീച്ച്, എത്തിച്ചേർന്നു എന്നുള്ളതിന് റീച്ച്ഡ്, എത്തിച്ചേർന്നിട്ട് എന്നാണെങ്കിൽ റീച്ച്ഡ് തന്നെ. ഓക്കെ, അപ്പൊ അവൻ എത്തിച്ചേർന്നു എന്ന് പറയണം. അവൻ എത്തിച്ചേർന്നു, എത്തിച്ചേർന്ന് കഴിഞ്ഞു പോയ കാര്യം, എത്തിച്ചേർന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോ he reached that place. he അവിടെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. he reached there, അവൻ അവിടെ എത്തിച്ചേർന്നു. he reached there, അവൻ അവിടെ എത്തിച്ചേർന്നു. ഇനിയോ അവൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയണം. അവൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോ he has reached that place. place വേണ്ട, there. He has reached there. അവൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവനായതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഉപയോഗിച്ചു കേട്ടോ. അപ്പോ അവൻ ജസ്റ്റ് എത്തിച്ചേർന്നു എന്നാണെങ്കിൽ he reached എന്നും, എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാസും നമ്മൾ ഇട്ടു. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാനാണ് ഞാൻ അത് ചോദിച്ചത് കേട്ടോ. ഇനി അവൾ നാളെ എത്തിച്ചേരും എന്നാണെങ്കിലോ, അവൾ നാളെ എത്തിച്ചേരും. അപ്പോ അവൾ നല്ലേ, അവൾ നാണ്. She will reach there. She will reach there. അവൾ നാളെ അവിടെ എത്തിച്ചേരും. അവിടെ will be ആണോ, will be ചോദിക്കാം. അത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാനായിട്ട് ഞാൻ ചോദിക്കാണ്. അവർ നാളെ ഈ സമയത്ത് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാകും. അപ്പോ they will be reaching there അല്ലെ. അപ്പൊ ആ will ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ രൂപമായിട്ടുള്ള റീച്ച് പറഞ്ഞു. will be ഇട്ട് കഴിഞ്ഞാല് വെർബിന്റെ കൂടെ നമ്മൾ ing ചേർത്ത് പറഞ്ഞു. അതായത് ആക്റ്റീവ് വോയിസിൽ am, is, are, was, were, will be ഇട്ട് കഴിഞ്ഞാൽ വെർബിന്റെ കൂടെ ing ചേർത്ത് പറയണം. ആക്റ്റീവ് വോയിസിലാണ്, പാസീവ് വോയിസിലല്ല. പാസീവ് വോയിസ് എന്നുള്ള വലിയൊരു സെക്ഷൻ വേറെ കിടക്കുന്നുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇനി നമുക്ക് എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഞാന് മഴ പെയ്തതിന് മുൻപേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ഉണ്ടായിരുന്നു, ഞാൻ മഴ പെയ്തു അതിനു മുൻപേ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് പാസ്റ്റ് ആക്ഷൻ ഒരുമിച്ച് നടന്നു. അപ്പോ I had reached railway station. മഴ പെയ്തതിന് മുൻപ്, മഴ പെയ്തു അതിന്റെ മുൻപ്, before it rained. അതന്നെ, ബിഫോർ ഇറ്റ് റെയിൻഡ്, മഴ പെയ്തതിന് മുൻപ് തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞു പോയ സമയത്ത് രണ്ട് പാസ്റ്റ് ആക്ഷൻ ഒരുമിച്ച് വരുമ്പോ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് പാസ്റ്റിലും പറയണം. ഓക്കെ, ഇനി പറയാണ് അവർ എത്തിച്ചേരാറുണ്ട്. അവർ പതിവായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടെ അവർ എന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട്, അല്ലെങ്കിൽ പതിവായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ടീച്ചർ ഇപ്പം മക്കളെ അമ്മേനോട് പറയൂ, അവരെത്തിച്ചേരാറുണ്ട്, അവരെന്ന് എത്തിച്ചേരാറുണ്ട് എന്ന് പറയില്ലേ. അവർ reach every day. they reach here every day. അവരെന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇനി അത് അവളാണെങ്കിലോ, അവൾ എന്ന് എത്തിച്ചേരാറുണ്ട് എന്നാണെങ്കിലോ, അത് എന്ത് ഇടണം? റീച്ചസ് അല്ല, റീച്ചസ്. ഓക്കെ, ഷീ റീച്ചസ്, അവൾ എന്നും എത്തിച്ചേരാറുണ്ട്. ഐഡിയ മനസ്സിലായല്ലോ. എവരിഡേ, അവൾ എന്ന് എത്തിച്ചേരാറുണ്ട്. ഇനി ലൈറ്റ് പോവുകയാണ്. അതിന് മുൻപ് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ട് ഉണ്ടാകും എന്നാണ് നമുക്ക് പറയേണ്ടത്. ഉണ്ടാകും. അപ്പൊ ഉണ്ടാകും എന്നുള്ള വാക്ക് നമുക്ക് കിട്ടണ്ടേ? ഉണ്ട് എന്നുള്ള വാക്ക് നമുക്കറിയാം ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ്. ഇവിടെ നമ്മൾ ഹാവ് ആണ് എടുക്കുന്നത്. ഉണ്ട്, ഹാവ് എന്നുള്ളതാണ് അതിന്റെ V1. അപ്പൊ V1ലൂടെ നമ്മള് ഒരു വാക്ക് ചേർത്താൽ അത് ഉണ്ടാകും എന്നാവും. ഉണ്ട് എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്, ഹാവ് ആണ്. ഇനി ആകും, എന്നുള്ള വാക്ക് നമ്മൾ ചേർക്കണം. എന്നുള്ളതിന് ഭാവി കാര്യത്തിന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ കിട്ടാൻ എന്താ ചെയ്യാ? വില്ലിടും. അപ്പൊ ഉണ്ടാകും എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹാവിന്റെ കൂടെ നമ്മൾ വില്ലിട്ട് കൊടുത്താൽ മതി. വിൽ എന്ന് പറഞ്ഞാൽ ഉമ്മാണ്. അപ്പൊ ഹാവ് പ്ലസ് അതായത് ഉണ്ട് പ്ലസ് ഉണ്ടാകും. വിൽ ഹാവ്. അപ്പൊ എങ്ങനെ വരും? വിൽ ഹാവ് ഉണ്ടാകും. ഇതിനു മുൻപ് നമ്മൾ വിൽ ബി പഠിച്ചിരുന്നു അല്ലെ? ആകും, അതായത് ആകുക പ്ലസ് വിൽ ബി. വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് വിൽ ഹാവ് കേട്ടോ. ഈ വിൽ ബിന്റെ ബീനെ മാറ്റിയിട്ട് അവിടെ ഹാവ് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുക? അപ്പൊ അതിന് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ അറിയണ്ടേ? സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും ഒക്കെ പറഞ്ഞപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ V3 ആണ് പറഞ്ഞത്. അതിന് പകരം ഹാവ്, ഹാസ്, ഹാഡിന് പകരം നമ്മൾ അതിനങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് വിൽ ഹാവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഹാവ്, ഹാസ്, ഹാഡ് ഇതിൽ മൂന്നിനും ഒരുമിച്ച് നമ്മൾ ഒറ്റ വാക്കി ഇടുന്നുള്ളൂ, ഹാവ്. എന്നിട്ട് വില്ലിട്ട് കൊടുക്കുക, വിൽ ഹാവ്. ഓക്കെ, അതായത് ഇവിടെ സിംഗുലർ പ്ലൂറൽ വ്യത്യാസമില്ല. സബ്ജക്ട് ഏതായാലും നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒക്കെ വിൽ ഹാവ് ഇടാം. സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്ട്രക്ചർ ഇതാണ്. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 വെർബിന്റെ മൂന്നാമത്തെ രൂപം തന്നെ പറയണം. അപ്പൊ നമുക്ക് നേരെ സെന്റൻസ് നോക്കാട്ടോ. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ്, ഇപ്പോ 2025 വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയാണ്, ഞാന് അടുത്ത വർഷത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത വർഷം പകുതിയോട് കൂടി ഞാൻ കുറച്ച് പൈസ ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയണം. ഞാൻ കുറച്ച് പൈസ ഒക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഊഹിച്ച് പറയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? I will have saved more money. I will have saved enough money എന്ന് പറഞ്ഞോ. അതായത് ആവശ്യത്തിന് ഞാൻ പൈസ ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. I will have saved money by the half of the next year. By the half of the next year. അടുത്ത പകുതിയോട് കൂടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറച്ച് പൈസ ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇനി എനിക്ക് പറയണം, ഇനി അടുത്ത സെന്റൻസ്. എന്റെ കയ്യിൽ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട് ഒരാള് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ ബോസാന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ പറയാണ്, അടുത്ത ആഴ്ചയോടുകൂടി ഞാൻ ആ അസൈൻമെന്റ് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പോ I will have completed the assignment by the next week. by the വേണമെന്നില്ല, by next week. അടുത്ത ആഴ്ചയോടുകൂടി ഞാൻ ആ അസൈൻമെന്റ് ചെയ്തു പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി പറയാണ്, വൈകുന്നേരം നമ്മൾ 8 മണിയോടുകൂടിയൊക്കെ സാധാരണ ഡിന്നർ ഉണ്ടാക്കാറുണ്ട്. അതൊരു ശീലമാണ്. അപ്പൊ ഇന്ന് ഞാൻ പറയാണ്, ഇന്ന് വൈകുന്നേരം 8 മണിയോടുകൂടി അവൾ ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ she will have cooked അല്ലെങ്കിൽ she will have prepared എന്നൊക്കെ വേണമെങ്കിൽ പറയാം. She will have prepared dinner by 8 o'clock. അല്ലേ? 8 മണിയോടുകൂടി. ചിലർക്കൊക്കെ ഇങ്ങനത്തെ സംശയം ഉണ്ടാവും. കഴിഞ്ഞിട്ട് വിൽ ഹാവ് അല്ലല്ലോ, ഹാസ് അല്ലേ പറയാ? അതങ്ങനെയല്ല കേട്ടോ. ഷീ കഴിഞ്ഞാലും വിൽ ഹാവ് തന്നെയാണ് വരിക, വിൽ ഹാസ് വരില്ല. കാരണം അവിടെ വില്ലാണ് അവിടെ അതിന്റെ അർത്ഥം തീരുമാനിക്കുന്ന മെയിൻ ഘടകം. പിന്നെ അത് മാത്രമല്ല, വില്ല് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറി ആണ്. ഈ മോഡൽ ഓക്സിലറിയുടെ കൂടെ എല്ലാ മോഡൽ ഓക്സിലറിയുടെ കൂടെയും മെയിൻ ആയിട്ടുള്ള പ്രൈമറി ഓക്സിലറികൾ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച ആമി, ഈസ്, ആറ്, വാസ്, വേറ്, ഇതൊക്കെ. ഇതിന്റെ എല്ലാം ഒന്നാമത്തെ രൂപം, അതായത് V1 മാത്രമേ ചേരുള്ളൂ. എന്ന് വെച്ചാൽ ഹാവ് എന്ന് പറയുന്നതിന്റെ 3 രൂപങ്ങൾ നമുക്കറിയാം. ഹാവ്, ഹാഡ്, ഹാഡ് എന്നാണ്. ഹാവ്, ഹാഡ്, ഹാഡാണ്. അപ്പോൾ ഹാവ് ആണ് അതിന്റെ റൂട്ട് ഫോം. അപ്പൊ അവിടെ ഹാവ് മാത്രമേ ചേരുള്ളൂ. ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെസ് വരുന്ന ഫോമാണ്. അതായത് വെർബിന്റെ 5ാമത്തെ രൂപമെന്നോ 4ാമത്തെ രൂപം എന്നൊക്കെ പറയാം. അതായത് വെർബിന് മൊത്തം 5 രൂപമുണ്ട്. ഗോ ആണെങ്കിൽ ഗോ, വെന്റ്, ഗോണ്, പിന്നെ ഗോയിലൂടെ ഡെസ് ചേർത്ത ഗോസ്,
പിന്നെ ഗോയിങ്. അതുപോലെയാണ് ഇവിടെ ഹാവ്, ഹാഡ്, ഹാഡ്, ഹാവിങ്, പിന്നെ ഹാസ്. ആ ഹാസ് എന്ന് പറയുന്നത് നേരത്തെ ഗോയിലൂടെ നമ്മൾ ഡസ് ചേർത്തില്ലേ, അപ്പൊ ഗോസ് കിട്ടിയില്ലേ, അതേപോലെ ഹാവിലൂടെ ഡസ് ചേർക്കുമ്പോൾ കിട്ടുന്ന വാക്കാണ് ഹാസ്. അപ്പൊ അതൊരിക്കലും നമുക്ക് വില്ലിന്റെ കൂടെ ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വില്ലിന്റെ കൂടെ V1 മാത്രമേ ചേരുള്ളൂ. വിൽ എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറി ആണ്. അതുകൊണ്ടാണ് വിൽ ഹാവ് പറയുന്നത്, വിൽ ഹാസ് പറയാത്തത് കേട്ടോ. ഇത് മനസ്സിലാവാത്ത ആളുകൾ ഇത്രയും ഉള്ള വോയിസ് ഒന്നുകൂടി ഇത് കേട്ട് നോക്കാം, അപ്പൊ മനസ്സിലാവും കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാവാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു പേര് പറ. നിഖിൽ. നിഖിൽ. അപ്പൊ നിഖിൽ എന്ന് പറഞ്ഞ ഒരാള് പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നിഖില് പരീക്ഷ എഴുതിയിട്ട് പാസ്സായിട്ട് ഉണ്ടാവും ഞാൻ പറയാൻ പോവാണ്. അടുത്ത വർഷം അവൻ ഈ സമയത്ത് പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ പറയാ? നിഖിൽ will have passed exam by next year. അടുത്ത വർഷത്തോടു കൂടി നിഖില് പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഞാൻ ഈ ബൈ എന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ബൈ എന്ന് ചേർക്കാൻ കാര്യം അടുത്ത വർഷത്തോടു കൂടി, ആ ഒരു സമയത്തോടു കൂടി എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൈ ചേർത്ത് കേട്ടോ. സാധാരണ ഇപ്പോ ഞാൻ പറയാണ് ഞാൻ അടുത്ത വർഷം വരും, അവിടെ ഞാൻ അടുത്ത വർഷം വരും എന്ന് പറയുമ്പോൾ ഐ വിൽ കം നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഞാൻ പാസ്സാവും, ഐ വിൽ പാസ് നെക്സ്റ്റ് ഇയർ. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഈ നെക്സ്റ്റ് ഇയറിന്റെ ഫ്രണ്ടിൽ ബൈന്നോ അറ്റുന്നോ വേറെയുള്ള പ്രിപ്പോസിഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആ ബൈ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അടുത്ത വർഷത്തോടു കൂടി എന്നാവും. അപ്പൊ അടുത്ത വർഷത്തോടു കൂടി ഞാൻ പാസ്സാവുന്നതാണെങ്കിൽ ഐ വിൽ പാസ് ബൈ നെക്സ്റ്റ് ഇയർ എന്ന് പറയാം. പക്ഷെ അടുത്ത വർഷം ഞാൻ പാസ്സാവുന്നതാണെങ്കിൽ ഐ വിൽ പാസ് നെക്സ്റ്റ് ഇയർ എന്ന് മാത്രം മതി. അപ്പൊ ഈ ബൈന്റെ മീനിങ് ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ പിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സെന്റൻസുകൾ പറഞ്ഞപ്പോ ഇതിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയില്ലേ? എന്താണ് ഇനി ഇതിനെ നെഗറ്റീവ് ആക്കാൻ എന്താ ചെയ്യാൻ മേൽക്കുട്ടി? സിമ്പിൾ. എന്താ ചെയ്യാ? ആരുടെ കൂടെ നമ്മൾ നോട്ട് ഇടണം? വോണ്ട് ഹാവ്. വോണ്ട് ഹാവ് എന്ന് വെച്ചാൽ വില്ലിന്റെ കൂടെ നമ്മൾ നോട്ട് ഇടണം. നമ്മൾ പണ്ട് വിൽബിയുടെ കൂടെ നമ്മൾ ആരുടെ കൂടെ നോട്ടിട്ടത്? വില്ലിന്റെ കൂടെ മാത്രമാണ് നോട്ടിട്ടത്. ആ സെയിം സംഭവം നമ്മൾ ഇവിടെയും ചെയ്യണം. വിൽ നോട്ട് ഹാവ് ആണ്, അല്ലെങ്കിൽ വോണ്ട് ഹാവ് ആണ്. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല എന്ന് പറയണം. എനിക്ക് ഞാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. ഞാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. ഐ വോണ്ട് ഹാവ് റീച്ച്ഡ് ദെയർ. ഞാൻ എക്സാം പാസ് ആയിട്ടുണ്ടാവില്ല. ഞാൻ എക്സാം പാസ്സായിട്ടുണ്ടാവില്ല. അപ്പോ ഐ വിൽ നോട്ട് ഹാവ് പാസ്ഡ് എക്സാം. ഞാൻ അസൈൻമെന്റ് എഴുതി തീർന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഐ വിൽ നോട്ട് ഹാവ് റിട്ടൺ. ആലോചിച്ച് പറ. ഐ വിൽ നോട്ട് ഹാവ് റിട്ടൺ അസൈൻമെന്റ്. അപ്പൊ നമ്മളിത് പറയുമ്പോ നമ്മൾ ആദ്യം തന്നെ V3 കണ്ടുപിടിച്ച് മനസ്സിൽ വെക്കണം കേട്ടോ. വെർബ് എന്താണോ അപ്പോഴേക്കും പ്രോസസ് ചെയ്തിട്ട് V3 നമ്മളെ മൈൻഡിലേക്ക് എത്തണം. എന്താണോ നമ്മളെ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ കറക്റ്റ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെർബ് 1, 2, 3 ഒക്കെ എടുക്കും. അത്രയും സമയം നമുക്ക് പോകും. ഓക്കെ, ഇനി ഇതിനെ ചോദ്യമാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ ചെയ്യാം? നമുക്ക് ചോദ്യം എങ്ങനെ ചെയ്യാം? ആരെ പുറത്തെടുക്കണം എന്ന് വെച്ചാൽ വില്ലിനെ മാത്രം പുറത്തെടുക്കുക. നിങ്ങൾ വൈകുന്നേരം ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുമോ ചോദിക്കാണ്. Will you have prepared dinner? Dinner. Will you have prepared dinner? നിങ്ങൾ വൈകുന്നേരം അവിടെ പോയിട്ടുണ്ടാകുമോ? നിങ്ങൾ വൈകുന്നേരത്തോടു കൂടി അവിടെ പോയിട്ടുണ്ടാകുമോ? ഉണ്ടാകുമോ. അപ്പോ will you have gone there? നിങ്ങൾ അവിടെ പോയിട്ടുണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. Will you have gone there? ഇനി നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്നാണെങ്കിലോ അപ്പൊ ചോദ്യം വേറെയാണ്. ഉണ്ടോ? അപ്പോ ഹാവ് യു ഗോൺ എന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ പോയിട്ടുണ്ടാകുമോ എന്നുള്ളത് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ നമ്മള് ജസ്റ്റ് അയാള് മുന്നേ പോയി കഴിഞ്ഞു എന്നിട്ട് അയാളോട് ചോദിക്കണം നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്നുള്ളതും പോയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് രണ്ടാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. വോണ്ട് യു ഹാവ് വെച്ച് ചോദിച്ചാൽ മതി. നിങ്ങൾ അവിടെ നമ്മളെ എല്ലാ ദിവസവും അങ്ങനെ പറയുന്നതാണ്. അതെ, അപ്പൊ എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും അല്ലെ? വോണ്ട് ഹി ഹാവ് എന്നോ
വോണ്ട് ഷീ ഹാവ് എന്നോ വോണ്ട് ദേ ഹാവ് എന്നോ സബ്ജക്റ്റ് ഏതായാലും നോ ഇഷ്യൂസ്. വിൽ യു ഹാവ്, വിൽ ഹി ഹാവ് ഒക്കെ ഒരേപോലെ തന്നെ ഏത് സബ്ജക്റ്റിന്റെ കൂടെ നിങ്ങൾക്ക് വില്ലോ വോണ്ടോ വെച്ചിട്ട് ചോദിക്കാം. ഇനി നമ്മൾ സ്ഥിരം പറയുന്ന 5 വെർബുകൾ പറയാൻ പോവാം കേട്ടോ. യെസ്. ബിഗിൻ. ബിഗിൻ ബിഗിൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? തുടങ്ങുക. തുടങ്ങുക. തുടങ്ങുക എന്നുള്ളത് ബിഗിൻ എന്നാണ്. ഇനി തുടങ്ങി എന്നാണെങ്കിൽ ബിഗാൻ. 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 ബിഗൺ. ബിഗൺ. തുടങ്ങി എന്നാണെങ്കിൽ ബിഗൺ, തുടങ്ങി. ഓക്കെ. അതേപോലെ അച്ചീവ്, നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യുക, നേടുക. അച്ചീവ്, അച്ചീവ്ഡ്, അച്ചീവ്ഡ്. ഓക്കെ. അച്ചീവ്, അച്ചീവ്ഡ്, അച്ചീവ്ഡ്. നേടുക, നേടി, നേടിയിട്ട്. ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, കാരണം നമ്മളിപ്പോ നമ്മള് അച്ചീവ് എന്നതിന് ശേഷം അച്ചീവ്ഡ്, അച്ചീവ്ഡ് എല്ലാത്തിനും അതേപോലെ തന്നെ. അതെല്ലാത്തിനും അങ്ങനെ വന്നോളുന്നില്ല കേട്ടോ. ഇപ്പൊ പുട്ട് എന്നുള്ള വാക്കില്ലേ, അത് പുട്ട്, പുട്ട്, പുട്ടാണ്, 3ഉം പുട്ടാണ്. അതുപോലെ കട്ട് എന്നുള്ള വാക്ക് 3ഉം കട്ടാണ്. അപ്പൊ അത് നമ്മള് എഴുതുമ്പോൾ ഒരേപോലെ ഉണ്ടാവും, പക്ഷെ മീനിങ് എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ ഒരു സാധനം ഇടുക എന്ന് പറയുന്നതും ഇട്ടു എന്ന് പറയുന്നതും ഇട്ടിട്ട് എന്ന് പറയുന്നതും ഒക്കെ പുട്ടാണ്. അതുപോലെ ഞാൻ പച്ചക്കറി അരിയാറുണ്ട്, കട്ടാണ്. പച്ചക്കറി അരിഞ്ഞു എന്ന് പറഞ്ഞാലും കട്ടാണ്. പച്ചക്കറി അരിഞ്ഞിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഹാവ് കട്ടാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ചില വാക്കുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ. അടുത്ത വാക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കൺട്രോൾ ആണ്. കൺട്രോൾ, നിയന്ത്രിക്കുക. എന്താണ് നിയന്ത്രിക്കുക? കൺട്രോൾ. കൺട്രോൾഡ്. കൺട്രോൾഡ്. നിയന്ത്രിക്കുക, നിയന്ത്രിച്ചു, നിയന്ത്രിച്ചിട്ട്. കൺട്രോൾ, കൺട്രോൾഡ്, കൺട്രോൾഡ്. അടുത്തത് ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്നെന്താ? മറക്കുക. മറക്കുക. അപ്പൊ ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൻ, ഫോർഗോട്ടൻ. ഓക്കെ. ഇനി ഒരു വാക്ക് കൂടി പറയാം, അത് വെച്ച് പറയുകയാണെങ്കിൽ റിമെമ്പർ. റിമെമ്പർ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്, ഓർക്കുക. ഓർക്കുക. റിമെമ്പർ, റിമെമ്പേർഡ്, റിമെമ്പേർഡ്. ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് എന്റെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ. നാളെ ഈ സമയത്തോടു കൂടി ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടാവും. വിളിച്ചിട്ടുണ്ടാവും. നാളെ ഈ സമയത്തോടു കൂടി ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾ പറയണം. അതൊരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാളെ വൈകുന്നേരത്തോടു കൂടി, നാളെ വൈകുന്നേരത്തോടു കൂടി അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുമോ? റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുമോ? നാളെ വൈകുന്നേരത്തോടു കൂടി അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുമോ? ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, ആൻസർ ആയിട്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ നമ്മളെ കുഞ്ഞ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം, ആൻസർ തരുന്നതാണ്. അതുപോലെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക, കാരണം ഇത് ബിഗിനേഴ്സ് ചാലഞ്ച് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ബിഗിനേഴ്സിനുള്ള ഒരു ക്ലാസ് ഓർഡറിൽ പോകാനാണ്. അപ്പൊ ആ ഓർഡർ തന്നെ നിങ്ങൾ കണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. കാരണം നമ്മളിത് ടെൻസ് സ്പെസിഫൈ ചെയ്തിട്ടല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെ സംസാരിപ്പിക്കാൻ കൂടുതൽ എന്താ പറയാ സെന്റൻസ് മേക്ക് ചെയ്തിട്ട് എങ്ങനെ സംസാരിപ്പിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 1 മുതൽ 15 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇനി ഒരു 15 ക്ലാസ്സും കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം നന്നായിട്ട് ടെൻസുകളൊക്കെ കവർ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലാസ്സുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും കേട്ടോ. കോൺവെർസേഷൻ പ്രാക്ടീസ് തുടങ്ങും. കോൺവെർസേഷൻ സ്പീക്കിംഗ് പ്രാക്ടീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൃത്യമായിട്ട് ഈ ടെൻസുകൾ നമ്മൾ ഈ പഠിച്ച സ്ട്രക്ചറിൽ തന്നെ സംസാരിക്കാൻ ഏബിൾ ആവും. ഐ ആം ഗ്യാരണ്ടീഡ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പാർട്ട് 16 ആയിട്ട് നിങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.